നമസ്കാരം. കേരള ടൈംസ് വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വിൽസൺ കല്ലൻ. ജനഗണമനയിലും വന്ദേമാതരത്തിലും ദേശീയ പതാക ഉയർന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ ശ്രദ്ധേയമായ വ്യത്യാസവും അസ്വസ്ഥതയും. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി വന്ദേമാതരം ആലപിച്ച് ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ ദേശീയ പതാക ഉയർത്തിയപ്പോൾ ആലപിച്ച ദേശീയ ഗാനങ്ങളിലുണ്ടായ വ്യത്യാസം ശ്രദ്ധേയമായി. കേരളത്തിലും തമിഴ്നാട്ടിലും നടന്ന ഔദ്യോഗിക സ്വാതന്ത്ര്യദിന ചടങ്ങുകളിൽ ജനഗണമന ആലപിച്ച ശേഷമാണ് ദേശീയ പതാക ഉയർത്തിയത്. അതേസമയം ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ദേമാതരം ആലപിച്ചതിന് പിന്നാലെയാണ് ദേശീയ പതാക ഉയർത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിലും ചാലക്കുടി നഗരസഭയിലും നടന്ന സ്വാതന്ത്ര്യദിന ചടങ്ങിലും മേയറും നഗരസഭ അധ്യക്ഷയും വന്ദേമാതരം ആലപിച്ച ശേഷമാണ് ദേശീയ പതാക ഉയർത്തിയത്. ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങിൽ ജനഗണമനയോ വന്ദേമാതരമോ ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ വ്യത്യസ്ത രീതികൾ പിന്തുടരുന്നതാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ശ്രദ്ധയിൽപ്പെട്ടത്. അതേസമയം കോഴിക്കോട് നഗരസഭയിൽ മേയറുടെ നേതൃത്വത്തിൽ ജനഗണമന ആലപിച്ചപ്പോൾ BJP അംഗങ്ങൾ വന്ദേമാതരം ആലപിച്ച് ചേരിപ്പോര് പ്രകടമാക്കി. AICCയിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചു. ദേശീയ പ്രസിഡന്റും സോണിയാഗാന്ധിയും ഇടപെട്ടിട്ടും പൂർണ്ണമായി ആലപിക്കുകയാണ് ഉണ്ടായത്. 80ാം സ്വാതന്ത്ര്യ ദിനാചരണം ഇതാദ്യമായി അസ്വസ്ഥമായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വന്ദേമാതരം പ്രധാന സ്ഥാനമുള്ള ദേശഭക്തി ഗാനമാണ്. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനവുമാണ്. ഇരു ഗാനങ്ങൾക്കും രാജ്യത്തിന്റെ ദേശീയ ജീവിതത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട്. അതേസമയം വിവിധ സർക്കാർ തലങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും സ്വാതന്ത്ര്യദിന ചടങ്ങുകളുടെ നടത്തിപ്പിൽ നിലനിൽക്കുന്ന പ്രോട്ടോകോൾ, പ്രാദേശിക ആചാരങ്ങൾ, ചടങ്ങുകളുടെ രീതികൾ എന്നിവയും ഇത്തരം വ്യത്യാസങ്ങൾക്ക് കാരണമാകാം. രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്കപ്പുറം ദേശീയ പതാകയും ദേശീയ പ്രതീകങ്ങളും ജനാധിപത്യ ഇന്ത്യയുടെ ഐക്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകങ്ങളായി ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ പ്രസക്തിയാണ് സ്വാതന്ത്ര്യദിനം ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് രാജ്യമെങ്ങും 80ാം സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്ന മഹനീയമായ ഒരു ദിവസമാണ്. സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ ധീര ജവാന്മാരെ ഈ സമയം നമ്മൾ ഓർക്കണം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വളവൊരുതിയ ഇന്ത്യയിലെ ദേശസ്നേഹികളായ ആയിരക്കണക്കിന് വരുന്ന ധീര രക്തസാക്ഷികളുടെ മുന്നിലും അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടം ചെയർമാൻ ശ്രീ പോളട്ടൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലേഴ്സ്, അതുപോലെ തന്നെ സാധാരണയായി സ്വാതന്ത്ര്യദിനത്തിൽ മടക്കി കെട്ടിവെച്ച ദേശീയ പതാക സമയമാകുമ്പോൾ ഉയർത്തി മുകളിൽ എത്തിയ ശേഷം കെട്ടഴിച്ച് വിരിക്കുകയാണ് ചെയ്യാറുള്ളത്. നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള ടൈംസ്.